ജോസ് ചേച്ചി, എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങള്? എൻ്റെ പ്രശ്നം എനിക്ക് 2013 തൊട്ട് തൈറോയ്ഡ് നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ തൊട്ട് ആദ്യം 25ൻ്റെ ഗുളിക കഴിച്ചു. പിന്നെ നോക്കുമ്പോൾ കൂടുന്നു, 50ആയി, പിന്നെ 75ആയി, 100ആയി. 100 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഗൾഫിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. 2020 ആയപ്പോൾ എൻ്റെ യൂട്രസിന് കംപ്ലൈൻറ്റ് വന്ന് യൂട്രസും എടുത്തു. അതിപ്പോൾ എല്ലാ ഹോർമോണോടും വിഷയമായപ്പോൾ പിന്നെ എനിക്ക് കൈക്ക് വേദന, കൈ നീര് വെക്കുന്നു, ക്ഷീണം, തളർച്ച, എല്ലാവിധ അസുഖങ്ങളും ഉണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ 2025 നാട്ടിൽ വന്ന് സെറ്റിൽ ആകുമ്പോൾ ഡോക്ടറെ വീഡിയോ ഒക്കെ കണ്ടു. ഞാനിങ്ങനെ വീഡിയോകളെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ മെസ്സേജ് അയച്ച് ചോദിച്ചു, ഇതാണ് എൻ്റെ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് ടെസ്റ്റുകളെല്ലാം പറഞ്ഞു. ഞാൻ ഈ ടെസ്റ്റുമായിട്ട് എൻ്റെ അവിടെ ഗൾഫിൽ തന്നെ കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് ചെന്ന് എനിക്കിതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ആളിതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇത് ആന്റിബോഡി ഒന്നും ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ആ ഡോക്ടറെ തന്നെ കാണണം. ഇത്രയും വർഷങ്ങളായിട്ടുള്ളതാണ്. ഞാൻ ഇത് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ടെസ്റ്റ് നോക്കുന്നത് മാത്രമേ ഉള്ളൂ. ആന്റിബോഡി അതിനൊരു മെഡിസിനും ഇല്ല. ഞാൻ പറഞ്ഞു, ഇല്ല എനിക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യണം. ആള് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, വെറുതെ ടെസ്റ്റ് ചെയ്യണ്ട. അവസാനം ഞാൻ സത്യം പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഇതുപോലെ നാട്ടിൽ പോവാണ്, ഒരു ഡോക്ടറെ വീഡിയോ കണ്ട് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇതെല്ലാം ടെസ്റ്റ് ചെയ്തോണ്ട് പറഞ്ഞു. എനിക്ക് ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ആൾ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ ഇതെല്ലാം ഹൈയാണ്. ആ കൂട്ടത്തിൽ SGPT ഫാറ്റി ലിവർ ഗ്രേഡ് 1 അതൊക്കെ ചോദിച്ചപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട്. ഹസ്ബൻഡ് ചോദിച്ചു, ഈ SGPT ഒക്കെ കൂടുതലായപ്പം അതിനെന്തെങ്കിലും ഒരു മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ ഇതൊന്ന് കുറയുക. അപ്പൊ അവർ പറഞ്ഞ അതിന് മെഡിസിൻ തരത്തില്ല, കാരണം ലിവർ ചുരുങ്ങി പോവുള്ളൂ. നിങ്ങൾ ഡയറ്റ്, എക്സസൈസ്, ഞാൻ എന്നെ കൊണ്ടാകാവുന്ന വിധത്തിലുള്ള ഡയറ്റുകൾ ഫുള്ളും നോക്കി, വെജിറ്റബിൾ മാത്രം കഴിച്ചു നോക്കി, മുട്ടയും അങ്ങനെ എല്ലാ സാധനങ്ങളും മാത്രമേ കാണുന്നതൊക്കെ പരീക്ഷിച്ചു. പ്രോട്ടീൻ ഡയറ്റ് ഒക്കെ പരീക്ഷിച്ചു, എല്ലാ ഡയറ്റും പരീക്ഷിച്ചു. ഒന്ന് കഴിച്ചിട്ട് ഞാൻ എക്സസൈസ് നല്ല രീതി 1 മണിക്കൂറെങ്കിലും ഞാൻ നടക്കുമായിരുന്നു. എന്നിട്ട് 1 കിലോ 65 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു ഞാൻ. ചിലപ്പോൾ നോക്കുമ്പോൾ ഒരു 500 ഗ്രാം ഒക്കെ കുറയും. 2 ദിവസം കഴിയുമ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും മാറി കഴിച്ചു 65 തന്നെ നിൽക്കുക, യാതൊരു മാറ്റവും ഇല്ല. വേറെ എന്തൊക്കെയാ ശരീരത്തിനുണ്ടായിരുന്നു? ശരീരം നീര് വെക്കുക, കൈ ജോയിന്റിനെല്ലാം വേദന, എപ്പോ കണ്ടാലും എന്നെ കണ്ടാലും ഉറങ്ങി എഴുന്നിട്ട് പോലെ ഇരിക്കുന്നത്. പിന്നെ അരിച്ച ദേഷ്യം, സങ്കടം, അതൊരു വശത്ത്. ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു? ജോലി ചെയ്യാനൊന്നും എനിക്ക് മടിയാണ്. ഏറ്റവും മടിയാ. ഇപ്പം വേണ്ട എന്നുള്ളൊരു താല്പര്യമില്ല. അതുപോലെ തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന എനിക്ക് ഛർദ്ദിക്കണം. അപ്പൊ എന്റെ ഒരു മൈൻഡിൽ ഇരിക്കുന്നത് എനിക്ക് സമയത്ത് ഫുഡ് കഴിക്കണം എന്നതാണ്. അത് വിശന്നാലും വിശന്നില്ലെങ്കിലും ആര് കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ ഞാൻ ആ സമയം ഫുഡ് കഴിക്കില്ലെങ്കിൽ എനിക്ക് തലവേദന എന്നാണ്. ആ തലവേദന എന്നാൽ ചെറിയ തലവേദന ഒന്നുമല്ല, നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അത്ര തല പൊട്ടുന്ന വേദനയാണ്. അത് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഇത് മാറും. അതിന് തലവേദന എടുക്കുമ്പോഴേ അവരെല്ലാം പറയും, ഛർദ്ദിച്ചോ. പക്ഷെ അത് കുറേ വേദന എടുത്തു കഴിഞ്ഞാൽ അത് ഛർദ്ദിക്കുകയില്ല. ഛർദ്ദിക്കുന്നെന്ന് പറഞ്ഞാൽ നോർമലി ഒരാൾ ഛർദ്ദിക്കുന്നതിലല്ല ഞാൻ ഛർദ്ദിച്ച് അവസാനം വരുന്നെന്ന് പറഞ്ഞാൽ വളരെ ഡ്രൈ ആയിട്ടുള്ള ലിക്വിഡ് ആയിട്ടുള്ള ആ വൊമിറ്റിംഗ് അല്ല വരുന്നത്. അവസാനം വരുമ്പോൾ ഡ്രൈ ആയിട്ട് വരും. പിറ്റേ ദിവസം തൊണ്ണയെല്ലാം വെള്ളം പോലും ഇറക്കാൻ മേല, അതുപോലെ പൊട്ടും. അങ്ങനെയുള്ള അവസ്ഥകളെല്ലാം മാറി. അപ്പൊ ഇപ്പൊ നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അപ്പൊ ഈ എത്ര വർഷം തൈറോയിഡിന് ഗുളിക കഴിച്ചു? ഞാൻ 2013 തൊട്ട് കഴിക്കാൻ തുടങ്ങിയതാ. 10-ലധികം വർഷം. 13 വർഷം. നമ്മുടെ ഇവിടെ വരുന്നത് 2025 സെപ്റ്റംബറിലാണ് വന്നത് അല്ലേ? അപ്പൊ ഇത്രയും വർഷവും ഗുളിക കഴിച്ചു, 100 വരെ ഗുളിക കഴിച്ചു. പിന്നെ അതിന്റെ കൂടുതൽ സപ്ലിമെന്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? വൈറ്റമിൻ ഡി ഉണ്ടായിരുന്നു. എനിക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. വൈറ്റമിൻ ഡി ഉണ്ടായിരുന്നു. omega-3 കഴിക്കുന്നുണ്ടായിരുന്നു. മുടി കൊഴിയുന്നു, വല്ലാതെ മുടി കൊഴിയുന്നു. അപ്പൊ അതെങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ സെപ്റ്റംബറിൽ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട്. ഡോക്ടർ ആദ്യത്തെ ആഴ്ചയില് ചെറിയൊരു മെഡിസിൻ തന്ന് പഥ്യം ഉണ്ടെന്ന് പറഞ്ഞു. വലിയ പഥ്യമൊന്നും അല്ല, നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള പഥ്യങ്ങൾ, ഫുഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ഡോക്ടർ തൈറോയിഡിന് മെഡിസിൻ നിർത്തിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് TSH നോക്കി, TSH നോർമലാണ്. അതിനുശേഷം ഞാനൊരു ഡിസംബർ ജനുവരിയിൽ ഞാനൊന്ന് ഗ്യാപ്പ് എടുത്തായിരുന്നു മെഡിസിൻ. അത് കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ ഈ TSH തൈറോയിഡ് എല്ലാം നോർമലാണ്. ശരീരത്തിന് എനിക്ക് വേദനയില്ല, നീരില്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എനിക്ക് ജോലി ചെയ്യുന്നതിനും കുഴപ്പങ്ങളൊന്നുമില്ല. ചെയ്യാം മറ്റത് ഇപ്പം വേണ്ട എനിക്ക് വയ്യ എന്നുള്ളൊരു മെന്റാലിറ്റി. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റേതായ ജോലികളെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ലിവറിന്റെ കണ്ടീഷൻ എന്തായി? ലിവർ ഇപ്പം SGPT 41, 31 എന്നുള്ള നോർമൽ ലെവലിലോട്ട്. എത്ര വരെ കൂടിയായിരുന്നു? 171 വരെ ആയിരുന്നു.
PT SGPT SGPT 60 അറിയിച്ചില്ല. റേഞ്ചിലായിരുന്നു. ലിവറിന്റെ ഇഷ്യൂസ് മാറിയല്ലേ? ഗ്യാസിന്റെ പ്രശ്നം ഗ്യാസില്ല, തലവേദന അങ്ങനെ വരാറില്ല. അതിനുശേഷം തലവേദന വന്നോ? 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്നാൽ എത്ര കട്ടിയായിട്ട് കൂടുതൽ വെയിലും ഒക്കെ കൊണ്ട് വരുന്ന ഒരു സമയത്ത് അതാണ് ട്രീറ്റ്മെന്റ് നമ്മൾ തുടങ്ങിയ സമയത്ത്. ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതുപോലെ തന്നെ എനിക്ക് വിശപ്പെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, ഞാൻ വിശന്നിട്ടല്ല ഭക്ഷണം കഴിക്കുന്നത്, പക്ഷെ ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പം വിശപ്പാണ്. ഇപ്പൊ വിശപ്പറിയാം, നന്നായിട്ട് വിശപ്പ്. നേരത്തെ ശരീരത്തിന്റെ ചൂടും തണുപ്പൊന്നും ഇല്ലായിരുന്നു. എന്തായിരുന്നു അവസ്ഥ? എന്റെ വേണ്ടി വേർക്കത്തില്ല. എത്ര ഗൾഫിലെ ചൂടാണെങ്കിൽ പോലും എനിക്ക് എന്റെ ശരീരത്തൊന്നും ഒരു തുള്ളി വരും. അത് പോയിട്ട് ഇപ്പൊ എന്റെ ദേഹത്തൊന്നും ഫുള്ള് എപ്പോഴും വിശപ്പ് അങ്ങോട്ട് വേർക്കുന്നുണ്ട്. ഇപ്പൊ അല്ലേ? രാത്രി ഉറക്കം കിട്ടുന്നുണ്ടോ? എത്ര ഉറക്കം കൊണ്ട് പകല് മറ്റേത് ഉറക്കം ഒരാഴ്ച ഭക്ഷണം കഴിക്കുക ഉറങ്ങാന്നുള്ളതാണ്. അതിപ്പോ ഇല്ല. നേരത്തെ എങ്ങനെയായിരുന്നു? കഴിച്ചോടനെ കിടക്കുമായിരുന്നു? കഴിച്ചോണ്ടന്നെ കിടക്കണം. കിടന്നില്ലായിരുന്നു, എനിക്കറിയില്ല, കിടക്കണം. അത് ആര് ഭക്ഷണം ഇപ്പം ലേറ്റായിട്ട് അവരൊക്കെ കഴിക്കുന്നെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ സമയത്ത് കഴിക്കും, കിടക്കുക. അതാണ് അതിൽ നിർത്തിയത്. അതെല്ലാം മാറി. മാനസിക പിരിമുറുക്കങ്ങൾക്കോ? അതും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അരിശം വരിക, സങ്കടം വരിക, ഒറ്റയ്ക്ക് ഇരിക്കുന്ന എന്തൊക്കെയോ ഏതോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുകളാണ്. അതെന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. ഉണ്ടായിരുന്നു ഒത്തിരി ആയിട്ട് എനിക്ക്. ഒന്നും ഇല്ല. അതിപ്പോ നല്ല നോർമലായിട്ടിരിക്കുന്നു. എല്ലാം ഒരു ബുദ്ധിമുട്ടും ഇല്ല. ലിവർ ഓക്കെ, തൈറോയ്ഡ് ഓക്കെ, ശരീരം ഓക്കെ, മനസ്സും ഓക്കെ. സന്തോഷമായി. ഡോക്ടർ ട്രീറ്റ്മെന്റ് ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു.